അച്ഛാ ദാ ടിന്റുമോനും അമ്മായും വരുന്നു. നിനക്കിപ്പോൾ ഡാൻസ് ക്ലാസ് ഇല്ലേ? നീ ലേറ്റ് ആവണ്ട, പൊയ്ക്കോ. എന്താ പെങ്ങളെ വന്നത്? അത് പിന്നെ ഞാനൊരു സീരിയസ് കാര്യം സംസാരിക്കാൻ വന്നതാ. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അതിനിപ്പോ അകത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, പറഞ്ഞോ. അല്ല, ടിന്റുമോന്റെ കല്യാണം പെട്ടെന്ന് തന്നെ നടത്തിയാലോ എന്ന് വിചാരിക്കുക. ഉണ്ണിയാർച്ചേ, അതിനിപ്പത്തെ തിരക്കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. സ്വന്തമായിട്ടൊരു വീടോ ജോലിയോ കാറോ ഒന്നുമില്ലാത്ത ഇവന് ആര് പെണ്ണു കൊടുക്കാനാ? അല്ല, സഞ്ജുഷയുമായുള്ള വിവാഹം നടത്താനാ ഞാൻ വിചാരിച്ചത്. അതിനിപ്പോ എന്റെ മോളെ കണ്ടുള്ളൂ. അതെന്താ? ഒരു കോടീശ്വരന് മാത്രമേ ഞാൻ അവളെ കല്യാണം കഴിച്ചുള്ളൂ. അല്ലാതെ നോക്കേട്ടാ, പണം ഇന്ന് വരും നാളെ പോകും. മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച ചേട്ടൻ തന്നെയല്ലേ പറഞ്ഞത് അവർ കല്യാണം നടത്തണമെന്ന്. ആ റിയാലിറ്റി ഷോയിൽ 5 കോടി കിട്ടിയാൽ ഞാൻ ഇവളെ കെട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞതാ. ഇവനിപ്പോ വട്ടപൂജ അല്ലേ? എന്റെ ടിന്റുമോന്റെ കയ്യിൽ പണമില്ലെങ്കിലും അവന്റെ കയ്യിൽ MBA സർട്ടിഫിക്കറ്റ് ഉണ്ട്, നല്ല സാമർഥ്യമുണ്ട്. അവൻ ഭാവിയിൽ ഒരു കോടീശ്വരനായിക്കോളൂ. ഈ ജന്മല്ല, 100 ജന്മം ജനിച്ചാലും അവൻ കോടീശ്വരനാവില്ല. ഒരു കോടീശ്വരയെ കല്യാണം കഴിക്കാൻ കിട്ടുകയില്ല. നിന്റെ ടിന്റുമോനെ വല്ല കൂലിപ്പണിക്ക് പോണ പെണ്ണുങ്ങളെയോ വീട്ടുജോലിക്ക് പോണ പെണ്ണുങ്ങളെയോ കിട്ടുകയുള്ളൂ. ഇന്ന് ഏപ്രിൽ 8, അടുത്ത വർഷം ഏപ്രിൽ 8-നുള്ളിൽ എന്റെ മകൻ ഒരു കോടീശ്വരിയെ കല്യാണം കഴിച്ചാൽ എന്റെ ആങ്ങളെ എന്ത് ചെയ്യും? അന്ന് ഞാൻ ആത്മഹത്യ ചെയ്തിരിക്കും. അതോടൊപ്പം എന്റെ മകൾ ജീവിതകാലം മുഴുവൻ കല്യാണം കഴിക്കാതിരിക്കും. ഇത് സത്യം സത്യം സത്യം. എന്റെ കൃഷ്ണ, എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായല്ലോ. ഞാൻ സത്യം ചെയ്യുന്നു, അടുത്ത ഏപ്രിൽ 8-നുള്ളിൽ എന്റെ ടിന്റുമോൻ ഒരു കോടീശ്വരിയെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞാനും ആത്മഹത്യ ചെയ്തിരിക്കും. അതോടൊപ്പം എന്റെ ടിന്റുമോൻ ജീവിതകാലം മുഴുവൻ കല്യാണം കഴിക്കില്ല. ഇത് സത്യം സത്യം സത്യം. എന്റെ കാര്യത്തിലും ഒരു തീരുമാനമായി. നീ എന്തിനാണ് മോളിലേക്ക് നോക്കുന്നത്? എൻ്റെ അമ്മേ, പഴയ പുരാണ കഥകളിലൊക്കെ ഓരോരുത്തർ സത്യം 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 എന്ന് പറയുമ്പോൾ കാറ്റടിക്കും, മഴ പെയ്യും, മിന്നലടിക്കും, കൊടുങ്കാറ്റ് വരും. ഇതിപ്പോ അമ്മ സത്യം 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 എന്ന് പറഞ്ഞിട്ട് പ്രകൃതിയിൽ ഒരു മാറ്റവും കാണാനില്ല. നീ എന്റെ തീരുമാനത്തെ കളിയാക്കരുത്. എന്റെ കൃഷ്ണ, എന്നെ പരീക്ഷിക്കരുതേ. വേനൽക്കാലത്ത് ഇങ്ങനെ ഇടയ്ക്ക് മഴയൊക്കെ പെയ്യും. അതത്ര വലിയ സംഭവമൊന്നുമല്ല. എങ്കിൽ അടുത്ത ഏപ്രിൽ 8-ന് ശേഷം ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ, നമ്മളിൽ ഒരാളെ ജയിച്ചിരിക്കും. ഓ, നമുക്ക് കാണാം. കാണാം. വാഴ നോക്കി നിൽക്കാതെ ഇങ്ങോട്ട് വാടാ. ഇത്രക്കൊക്കെ വേണമായിരുന്നോ? നീ എന്താ പറയുന്നത്? ഇങ്ങോട്ട് വാ. ഈ അച്ഛൻ്റെ ഒരു കാര്യം. എടാ, നീ എന്താ കാര്യമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത്? നിനക്ക് നാളെ വല്ല പരീക്ഷയുണ്ടോ? ഒരു ഇന്റർവ്യൂ ഉണ്ട്. ഇന്റർവ്യൂ? എവിടെ? അമേരിക്കയിലെ വളരെ ഫേമസ് ആയ ഒരു കമ്പനിയാണ് പാർക്കർ ആൻഡ് പോക്കർ. മൊട്ടുസൂചി മുതൽ കാർ വരെ അവർ വിൽക്കുന്നുണ്ട്. എല്ലാം വളരെ എക്സ്പെൻസീവ് ആണ്. അവരിപ്പോ കേരളത്തിലൊരു ബ്രാഞ്ച് തുടങ്ങുന്നുണ്ട്. അവിടെയാണ് ഞാൻ ജോലിക്ക് നോക്കുന്നത്. കിട്ടിയാ കിട്ടി. പാർക്കർ ആൻഡ് പോക്കർ കമ്പനി, ആ പേര് തന്നെ നല്ല ഐശ്വര്യമുണ്ട്. സത്യം. അല്ല, നീ അവിടെ മാനേജറായിട്ടാണോ അതോ ചീഫ് എക്സിക്യൂട്ടീവ് ആയിട്ടാണോ ജോലിക്ക് നോക്കുന്നത്? പിന്നെ മാനേജർ. എന്റെ അമ്മേ, ഞാൻ അവിടെ ഫീൽഡിൽ പോകുന്ന സെയിൽസ്മാൻ ആയിട്ടാണ് ജോലിക്ക് നോക്കുന്നത്. എന്റെ ഈശ്വര, MBA വരെ പഠിച്ച നീ ഫീൽഡിൽ ജോലിക്ക് പോകുന്നു? അതിലും നല്ലതേ നീ ആ നേത്രാവതി എക്സ്പ്രസിന്റെ മുന്നിൽ പോയി തല വെക്കുന്നതാ. എന്റെ അമ്മേ, ഇവിടെ MBA മാത്രമൊന്നുമല്ല, MBBS-ഉം ബിടെക്കും കഴിഞ്ഞ ആളുകൾ വരെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അത് തേര പല നടക്കുകയാണ്. ഈ ജോലിയുടെ തന്നെ ബേസിക് ക്വാളിഫിക്കേഷൻ MBA ആണ്. ഇല്ല, നീ ഈ ജോലിക്ക് പോവേ വേണ്ട. ഒരു പാക്കർ ആൻഡ് പോക്കർ, ആ പേര് തന്നെ ഉണ്ട് ഒരു ലക്ഷണക്കേട്. ദേ, പണിയില്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ. പോവാണെങ്കിലും നല്ല AC റൂമിലിരുന്ന് ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന പണിക്ക് പോയാ മതി. നോ, ഫീൽഡിൽ പോകുന്ന സെയിൽസ്മാന്റെ ജോലിയല്ല. പിന്നെ ഒരു മെക്കാനിക്കായിട്ടോ കൂലിപ്പണിക്കാരനായിട്ടോ ജോലി കിട്ടിയാൽ ഞാൻ പോവും. എന്താ നിന്റെ ഉദ്ദേശം? എനിക്ക് അധ്വാനിച്ച് ജീവിക്കണം. എടാ കുരുത്തം കെട്ടവനെ, നിനക്ക് ടിന്റുമോന്ന് പേരിട്ടപ്പോ എനിക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. ടിന്റുമോൻ എന്ന ലോക്കൽ പേരിട്ടിട്ടാണോ അമ്മ ഇത്രയും പ്രതീക്ഷിച്ചത്? നിനക്കതൊരു ലോക്കൽ പേരായിട്ട് തോന്നും. എടാ, നിന്റെ അച്ഛന്റെ പേരിന്റെ ഇനീഷ്യൽ TI എന്നും എന്റെ ഇനീഷ്യൽ NTയും ഇവയോടൊപ്പം എന്റെ ഉണ്ണിയാർച്ചയുടെ യും കൂടെ കൂട്ടിയിട്ടാടാ നിനക്ക് ടിന്റുമോന്ന് പേരിട്ടത്. ഭാഗ്യം.
അച്ഛന്റെ പേര് കൃഷ്ണൻകുട്ടി എന്നും അമ്മയുടെ പേര് മീനാക്ഷി എന്നും ആയിരുന്നെങ്കിൽ അച്ഛന്റെ പേരിന്റെ ഫസ്റ്റ് കൃ, മീനാക്ഷിയുടെ പേരിന്റെ ഫസ്റ്റ് മീ ചേർത്ത് എന്നെ കൃമി നിങ്ങൾ പേരിടുമായിരുന്നോ? എന്തായാലും നീ സെയിൽസ്മാന്റെ ജോലിക്ക് പോകുന്നില്ല. നോ, ഞാൻ എന്തായാലും പോവും. ആ എങ്കിൽ നമുക്കൊന്ന് കാണാം. ആ അപ്പൊ കാണാം. ആ കാണാം. അവന്റെ ഒരു സെയിൽസ്മാന്റെ ഇന്റർവ്യൂ. ഞാനൊരു ഇന്റർനാഷണൽ കമ്പനിയുടെ പ്രൊഡക്റ്റിന്റെ ഓൾ കേരള ഏജൻസി എടുത്ത പേരും പറഞ്ഞിരുന്നില്ലേ? ആ, അതൊരു അമേരിക്കൻ കമ്പനിയല്ലേ? ആ, പാർക്കർ ആൻഡ് പോക്കർ എന്നാണ് ആ കമ്പനിയുടെ പേര്. ഓ, അവര് വളരെ ഫേമസ് കമ്പനിയല്ലേ? അതെ മൊട്ടുസൂചി മുതൽ കാറ് വരെ അവർ നിർമ്മിക്കുന്നുണ്ടല്ലേ? അതെ. ദേവി മോളോ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഹലോ അങ്കിൾ, മഞ്ജുള വന്നിട്ടുണ്ടോ? ഇല്ല, അവൾ ഡാൻസ് ക്ലാസ്സിൽ പോയിരിക്കും. അല്ല, ദേവി മോളുടെ MBAയുടെ റിസൾട്ട് വന്നോ? ഓ അങ്കിൾ. അവൾ MBA ഡിസ്റ്റിങ്ഷനോട് കൂടിയാ പാസ്സായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെ കമ്പനിയിൽ മാനേജറായിട്ട് വരുന്നു. ഞാനൊരു നല്ല ആളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അങ്കിളെ, ഞാനൊരു ഏജന്റായി കരിയർ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. ഛേ, ഒരു ഏജന്റായി വർക്ക് ചെയ്യാന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ് മോളെ. ഓരോ വീട് തോറും ബാഗ് കയറ്റി നടന്ന് സാധനങ്ങൾ വിൽക്കണ്ടേ? അതെ, മോളെ പോലുള്ള ഒരാള് ഇങ്ങനെ ഏജന്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. നോ അങ്കിൾ, ഞാനൊരു ഏജന്റ് ആയിക്കൊള്ളാം. എന്നിട്ട് കാര്യങ്ങൾ നേരിട്ട് പഠിച്ച് മാനേജർ ആയിക്കൊള്ളാം. പക്ഷെ മോളെ. പ്ലീസ് അച്ഛാ, ലെറ്റ് മീ ഗോ. ശരി മോളെ, എങ്കിൽ നീ നാളെ തന്നെ പോയി ജോയിൻ ചെയ്തോളൂ. താങ്ക് യു അച്ഛാ. സർ, അനുഗ്രഹിക്കണം. അപ്പൊ ഞാനിന്ന് ഐശ്വര്യമായിട്ട് ജോലിക്ക് കയറുകയാണ്. ടിന്റുമോനല്ലേ? താൻ മോശമായ 4 വാർഡുകളാണ് തെരഞ്ഞെടുത്തതെന്ന് കേട്ടു. അതെന്താ? എത്ര ബാക്ക്വേർഡ് ആയ ഏരിയ ആണെങ്കിലും അവിടെ പോയി സാധനങ്ങൾ വിൽക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട് സർ. ഈ വർഷം ഏറ്റവും കൂടുതൽ സാധനം വിൽക്കുന്ന ആളെ ഞാൻ ഡിസ്ട്രിക്ട് ഹെഡ് ആക്കുന്നുണ്ട്. പിന്നെ പുറത്തു പോയി മഴയും വെയിലും ഒന്നും കൊള്ളേണ്ട ആവശ്യമില്ല. ഞാൻ എന്തായാലും ഹെഡ് ആവും സർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, ശരി. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ആ കോളനി പോയി ഇവനൊരു മുട്ടുസൂചി വിറ്റാത്തിന് ലോകാത്ഭുതമാകും. ആ, ഞാനിതാ സെയിൽസ് എക്സിക്യൂട്ടീവായി ഇന്ന് തുടങ്ങുകയാണ്. താഴ്വരമണി തരി ലാവണ്യ പൂശയിൽ ചമഞ്ഞു വിമലാകയാ